ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ ചിരി വരികയാണ് കാണുമ്പോൾ. അപ്പം ഇന്നൊരു ഈവനിങ് വ്ളോഗ് ആട്ടാ. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആവാറാകുമ്പോൾ വീഡിയോ. അപ്പോൾ പൊതോന്നൊരു ശബ്ദം കേട്ടിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ അതാ ഹലോ നമസ്തേ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട്. തല്ല ഈ ചക്ക വീണോണ്ടാണ് രണ്ട് വീട്ടുകാർ തമ്മിൽ തല്ലുക. അതുപോലെ മേലെന്ന് ഒരു പഴുത്തിട്ടുണ്ട് വീണിട്ട് അഞ്ഞിങ്ങനെ മേലുള്ള ഒക്കെ കണ്ട് വീണിട്ട് വീട്ടുപെരുക്കി ചുമരുമേക്കൊക്കെ ഇങ്ങനെ തെറുക്കി വിട്ടാ. അങ്ങനെ അതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ വിൻറ്റേജ് മീൻ നന്നാക്കണേ ചുറ്റോരം 50 പൂച്ചാളും കിട്ടാ. അതൊക്കെ എന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഒക്കെ വിൻറ്റേജ് കുയ്യുറ്റി കുടിച്ചു വിടൊന്നുമില്ല കേട്ടാ. ഒക്കെ പൂച്ചാൾക്ക് തുറന്ന് ഒഴിച്ചെടുക്കും കേട്ടാ. അതൊക്കെ എല്ലാവരും തിന്നട്ടെ, വിശക്കണവരൊക്കെ തിന്നട്ടെ എന്ന് പറഞ്ഞിട്ട് വിൻറ്റേജ് പൂച്ചാൾക്ക് തുറന്ന് ഒഴിച്ചെടുക്കുക കേട്ടാ. അപ്പൊ പറയുക അതൊക്കെ എടുക്കേണ്ട വീഡിയോ എടുക്കേണ്ട കാഴ്ച തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടാ. അപ്പം ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ നമ്മളെ വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നല്ല മഴയാണ് കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഇന്നലെ ഭയങ്കര ഇടിയും മഴയായിരുന്നു, നല്ല മഴ. അപ്പം ചിന്നൊന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ എടുക്കണ അന്ന്. അപ്പോൾ ഞാനിങ്ങനെ വേസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വന്ന് ഇങ്ങനെ കെടുക്കുക കൊലായത്തുമ്മ. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ അവൾക്ക് വിശന്നിട്ടാണ്. അപ്പം ഞാൻ വേഗം പോയിട്ട് കുറച്ച് എല്ലും കുറച്ച് ചോറ് കുടന്നു കൊടുത്തപ്പോൾ പാവം അതൊക്കെ തിന്നിട്ട് പോയിട്ടാ. അപ്പോൾ വിശന്നാലും ഓള് വരും കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലാവും ആവശ്യമുണ്ടെന്ന്. അപ്പോൾ കഴിച്ചാൽ പിന്നെ കെടുക്കൊന്നുമില്ല. അല്ലെങ്കിൽ എപ്പോഴാണ് കിട്ടണമെന്ന് വെച്ചെങ്കിൽ അത് വരെ ഇപ്പോൾ കൊലാത്തുമ്മലൊക്കെ കയറി കിടക്കൂട്ടാ, മണ്ണും ചളിയൊക്കെ ആക്കിയിട്ട്. അങ്ങനെ വൈകുന്നേരത്ത് ഒന്ന് അടിച്ചു വരി കഴിഞ്ഞാൽ പിന്നെ ചവിട്ടി ഞാനത് മടക്കി ആത്തിക്ക് എടുത്തേക്ക് കേട്ടാ. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഉമ്മർത്തൊക്കെ ഇട്ടുകൊണ്ട് വെച്ചെങ്കിൽ പിന്നെ മടക്കി വെച്ച് 2 ദിവസം ഉമ്മർത്ത്. അതിൻ്റെ ബാക്കിൽ റബ്ബർ ഷീറ്റാണ്. ആക്കെ പൂച്ചാൾ മാന്തിയിട്ടേ നൂലൊക്കെ താഴത്തേക്ക് ഈ പുറത്തേക്കൊക്കെ വലിച്ചെടുത്ത്. അപ്പം നമ്മളെ വീട്ടിലത്തെ ഒരു പൂച്ചേനെ ഈ മറ്റേ പൂച്ച ഓടിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടാ. 2 കാടന്മാർ വന്ന് കൂടിയിട്ടുണ്ട്. അതാണ് ആ വീഡിയോയിൽ ഒരു വെള്ളയും കറുപ്പും 2 ഒരേ പോലത്തെ. അപ്പോൾ കുട്ടുമോനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടാ. ബേബി കുട്ടനും ഒക്കെ പേടിയാണ് ഇവരെ. അപ്പോൾ ഞാൻ പോയി നോക്കിയതാണ് പെര ചിറ്റിട്ട് വരുന്നുണ്ടാച്ചിട്ട്. അപ്പോൾ നേരെ ഇപ്പോൾ സൽമര അങ്ങോട്ട് ഓടിച്ച് കൊണ്ടുവരക്കണം. അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ചു വരി എടുത്ത്. അപ്പം ഇനി നമുക്കൊന്ന് കുറച്ച് ബജി സാമ്പാർ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു കായ. അപ്പോൾ ആ ഒരു കായ ഉണ്ട്. അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കണ്ട എന്തെങ്കിലും ബജികൾ ഉണ്ടാക്കണമെന്ന്. അപ്പം ഞാൻ അങ്ങനെ പോയിട്ട് കടലമാവൊക്കെ മേടിച്ചു കൊടുന്നു. കടലമാവൊന്നും നമ്മളങ്ങനെ മേടിച്ച് സ്റ്റോക്ക് വയ്ക്കാറൊന്നുമില്ല കേട്ടാ. അപ്പോൾ കടലമാവൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഈ ചീകിയെടുക്കുക, നമ്മൾ ചിപ്സൊക്കെ ചീകണ പോലെ ഒന്ന് ചീകിയെടുക്കുക. അപ്പം നല്ല നൈസായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ചീകണ ഒരു കൈ നോക്കണം കേട്ടോ, അങ്ങനത്തെ വെച്ച് ചീകുമ്പോൾ. അപ്പോൾ നല്ല നൈസായിട്ട് കിട്ടിയിട്ടാ. അപ്പോൾ ഒരു 10 ബജിക്കുള്ള ഈ ഒരു കായ കൊണ്ട് ഞാൻ ചീകിയെടുത്തിട്ടാ. അത്രയും നൈസായിട്ട് എത്ര കത്തി വെച്ച് മുറിച്ചാലും ഇതേപോലെ നമുക്ക് നൈസായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 10 കായ ബജിയുടെ ഞാൻ നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കായ വെച്ചിട്ടാട്ടാ. പിന്നെ 3 മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിരുന്നു. അതിങ്ങനെ 2 പീസായിട്ട് അതും ഞാനൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട മുറിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് പൊടി ഇടും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അതും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് ഒരു കയ്യും കണക്കൊന്നുമില്ല കേട്ടാ. ഞാൻ വലിയ സ്പൂണ് നമ്മളെ കൂട്ടാനൊക്കെ കോരി എടുക്കണേ ആ സ്പൂണായിട്ട് ഒരു 4 സ്പൂണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ 4 പ്രാവശ്യം കോരിയിട്ട് പിന്നെ ഒരു 3 ടീസ്പൂണ് അരിപ്പൊടി, അത് പിന്നെ ഒരു കണക്കാട്ടാ. 3 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് 1/2 സ്പൂണിന് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്ത്, ഉപ്പിട്ട് കൊടുത്ത്, പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് കേട്ടാ. അതൊക്കെ കൂടിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക കേട്ടാ. അപ്പോൾ ഇതാണ്, വേറെ ഒന്നും ഞാൻ അതിൽ ചേർക്കണില്ല കേട്ടാ. ഇത്രയും സാധനങ്ങളാണ് ചേർക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടാ, സോറി. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ ഇതെല്ലാവർക്കും അറിയണതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും ഞാൻ ഇപ്പോൾ ഇതിനെ കുറിച്ചിട്ട് പറയണമെന്നില്ല കേട്ടാ. അങ്ങനെ അതൊക്കെ ഒന്ന് കലക്കിയെടുക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കുന്നു കടലമാവൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബജി ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പോൾ ഈ പൂച്ചയുടെ മക്കളുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ
അലമാറയുടെ അടിയിൽ മാന്തി എന്തൊക്കെയോ ഒരാൾ ചെയ്യണമെന്ന് ഒരാൾ തന്നെ അറിയണില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഒക്കെ ഒരു ചെറിയ ശബ്ദം ഉണ്ടാവും കേട്ടോ. അപ്പം ഒന്നും ഇവിടെ മോനില്ലാത്ത കാരണം ഞാൻ ഇവിടെ തന്നെ വോയിസ് കൊടുക്കാൻ വന്നതാണ്. റൂമിലേക്ക് അടച്ച് റൂമിലേക്ക് വന്നതാണ്. അപ്പം അവിടെ പൂച്ചക്കുട്ടികൾ. അപ്പോൾ ചിരിയും വരിക എനിക്ക്. അങ്ങനെ നമ്മളെ ബജ്ജിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്തിട്ടാ ബജ്ജി. കായ ബജ്ജി എനിക്ക് ഏറെ ഇഷ്ടമായത് മറ്റേ സോസ് ഉണ്ട്, ടൊമാറ്റോ സോസ്. അത് കൂട്ടിയിട്ട് വയറിറച്ചി വയറിറച്ചി കഴിക്കാണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കായ ബജി. അപ്പോൾ കായ ബജിയൊക്കെ ഇങ്ങനെ ഒരു കായ കൊണ്ട് നിങ്ങൾ 10 ഉണ്ടാക്കാറുണ്ടാകും കൂട്ടുകാരെ. എങ്ങനെയാണ്, എത്ര എണ്ണം വെച്ചിട്ട് ഉണ്ടാക്കും എനിക്ക് അറിയായിട്ട് ചോദിക്കട്ടാ. ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഇതിൽ ഒന്ന് ചീകി നോക്കിയതാണ്. അപ്പോൾ സാധാരണ ഇപ്പം നിങ്ങളൊക്കെ എത്ര എണ്ണം ഒരു കായായിട്ട് മുറിച്ചിട്ട് ഉണ്ടാക്കും? അപ്പോൾ അത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അങ്ങനെ കായ ബജി ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ വ്യൂ ഒക്കെ വളരെ കുറവാണ് കേട്ടോ. നോമ്പും ക്ഷീണമൊക്കെ ആയ കാരണമായിരിക്കും ഓരോരുത്തർ. എന്നാലും കൂട്ടുകാരിൻ്റെ നമ്മളെ സ്ഥിരം കാണുന്ന കൂട്ടുകാരൊക്കെ അത് ഓണാക്കി വയ്ക്കണമൊക്കെ ഉണ്ട് കേട്ടോ. മതി, അത് മതി അല്ലയാ, നമുക്കൊന്ന് ഓണാക്കി വെച്ചാൽ മതി. എന്നാലും നമുക്ക് വിശ്വാസമാണ് കേട്ടോ നിങ്ങൾ കാണുന്നുള്ളേ. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മുട്ട മുറിച്ച് വെച്ചതിന് കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ കായ ബജികളൊക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ വീഡിയോ ഇല്ലാത്ത കാരണം തന്നെ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഒരു ഈവനിങ് വ്ളോഗ് എടുത്തതാണ് കേട്ടോ. വലിയതൊന്നുമില്ല, ചെറിയൊരു വിശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെ ഓരോ ബജികളും ഈ 2 എണ്ണമൊക്കെ ആയിട്ട് ഞാൻ പൊരിച്ചെടുത്തു. ഒരുപാട് വെളിച്ചെണ്ണ ഞാൻ പിന്നെ ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ. 3-4 ആക്കാനും വലിയ പാത്രമൊന്നും എടുക്കുന്നില്ല. കാരണം ഇപ്പോൾ അധികമൊന്നും ഇല്ലല്ലോ. പിന്നെ വെളിച്ചെണ്ണ വേസ്റ്റ് ആവും. പിന്നെ അത് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ പിന്നെ നാളേക്കൊന്നും ഈ തിളപ്പിച്ച വെളിച്ചെണ്ണയൊന്നും പിന്നെ ഞാൻ എടുത്ത് വയ്ക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേശ്ശെ ഈ 2 എണ്ണം ഓരോന്നൊക്കെ ആയിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല കുറച്ച് സോഡാപ്പൊടിയൊക്കെ ചേർത്ത കാരണം തന്നെ നുള്ളേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതിനുള്ള സാധനം തന്നെയല്ലേ ഉള്ളൂ. നന്നായിട്ടൊക്കെ പൊങ്ങി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ. സോസ് കൂട്ടിയിട്ട് മുന്നേയൊക്കെ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അവിടെ നമ്മൾ ചായ കുടിക്കാനൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ സോസൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തരും കഴിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കുന്നത് എങ്ങനെയും സാധനം കൂട്ടിയിട്ട് കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ അതിൻ്റെ രുചി അറിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഈ പൊരിക്കടികളൊക്കെ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നത്. അങ്ങനെ നമ്മളെ ഒരു കായ വെച്ചിട്ട് 10 ബജിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ബജി. അപ്പോൾ ഒന്ന് ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്താണ് കണ്ട, നല്ല ചൂടുണ്ട്. അപ്പോൾ ആ പൊട്ടിച്ച പിന്നെ ഞാൻ അവിടെ വെച്ചില്ല കേട്ടോ. അത് ഞാൻ തിന്നണമുണ്ട്. അങ്ങനെ പിന്നെ ബാക്കിയുള്ളതിൽ ഞാൻ മുട്ട പൊരിച്ചെടുക്കുക കേട്ടോ, മുട്ട ബജി. അപ്പോൾ ഓരോന്നിട്ടിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തത്. നമുക്കിപ്പോൾ എവിടേക്കും പോകാനും തിരക്കൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മളെ നല്ല ചൂടുള്ള കായ ബജിയും ചൂടുള്ള മുട്ട ബജിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ സോസ് കൂട്ടിയിട്ട് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ 1 കപ്പ് ചൂടുള്ള കട്ടൻ ചായയും ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കുടിച്ചത്. അപ്പം മോൻ ഉണ്ടായിരുന്നു, ഞാൻ മോനാട്ടാ കുടിച്ചത്. ഒറ്റയ്ക്ക് ഈ തിന്നാനാളില്ലെങ്കിൽ മണി വന്നിട്ടുണ്ട് കേട്ടോ. ചുമരുമ്പോൾ ഏറോളിൽ കൂടെ ഓള് ഇറങ്ങി വരിക കേട്ടോ. പോരെ ഏറോളിൽ കൂടെ അൽമാറയമേക്ക് ചാടും, അൽമാറയമെന്ന് കിടക്കേക്ക് ചാടും. എന്നിട്ടാണ് കേട്ടോ കുട്ടികളെ എത്തുക. വായോ, ഇതാ എൻ്റെ കുട്ടികൾ, ഇതാ വായോ എൻ്റെ തലേക്ക് ചാടല്ല കേട്ടാ. വായോ. അങ്ങനെ നമ്മളെ കായ ബജി മുട്ട ബജിയൊക്കെ ആയിട്ടാ കൂട്ടുകാരെ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു വിട്ടാ. പിന്നെ വൈകുന്നേരത്ത് മേലൊക്കെ കഴുകി ഉമ്മാറൊക്കെ തുടച്ച് ഒന്ന് വിളക്കൊക്കെ വെച്ചിട്ട് ഇരുന്നിട്ട് ഒന്ന് നാമം ജപിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ
സന്ധ്യാവാരം ഇറക്കണ്. അപ്പോൾ എന്തൊക്കെയോ ഒരു തിരക്കൊക്കെ ആയിരുന്നു കേട്ടാ. അപ്പോൾ ഞാൻ തുണികളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വെയിലൊക്കെ കണ്ട് പോയാൽ പിന്നെ ഈ നഞ്ഞി പോലത്തെ ഉറുമ്പ് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് കൊട്ടിയിട്ട് നമ്മളെ തുണികളൊക്കെ ഒന്ന് എടുത്തിടുകയാണ് കേട്ടാ. പിന്നെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുക. എൻ്റെ വീഡിയോ ഒക്കെ കൊളാക്കിയില്ലേ ജി വന്നിട്ട് വോയിസ് കൊടുക്കണമൊക്കെ? ആ ആ ആ ഓ ഓ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ ബൈ. വോയിസ് കൊടുക്കാനുള്ള എല്ലാ മൂഡും പോയിട്ടാ. അപ്പോൾ ബൈ.